ബിഗ് ബോസ് മലയാളത്തിലേക്ക് പുതുതായി 6 വൈൽഡ് കാർഡുകളാണ് കഴിഞ്ഞ ആഴ്ചയിലെത്തിയത്. അതിൽ വന്ന ദിവസം മുതൽ ഇതുവരെയും പ്രേക്ഷക പ്രീതിക്കൊത്ത് ഗെയിം കളിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് DJ സിബിൻ. വൈൽഡ് കാർഡായി സിബിൻ എത്തുന്നുവെന്ന റിപ്പോർട്ടുകൾ വന്നപ്പോൾ പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഹൗസിൽ കയറിയ ശേഷം മികച്ച രീതിയിലാണ് സിബിൻ ഗെയിം കളിക്കുന്നത്. കുത്തേണ്ടവരെ കുത്തിയും വലിച്ചു കീറേണ്ട മുഖംമൂടികൾ വലിച്ചു കീറിയും മൈൻഡ് ഗെയിം കളിച്ചും സിബിൻ മികച്ച പ്രകടനമാണ് ഹൗസിൽ നടത്തുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ശ്രീതുവും സിബിനും തമ്മിൽ നടന്ന ഒരു സംസാരം ഇപ്പോൾ ചർച്ചയാവുകയാണ്. വിഷു സ്പെഷ്യൽ വീക്കെൻഡ് എപ്പിസോഡിൽ ഗബ്രി ജാസ്മിൻ കോംബോയെ കുറിച്ചുള്ള അഭിപ്രായം മോഹൻലാൽ ചോദിച്ചപ്പോൾ സിബിൻ മറുപടി പറഞ്ഞിരുന്നു. ജാസ്മിന്റെ കയ്യിൽ ഉമ്മ വെക്കുന്നതായി കാണിച്ച് പ്രേക്ഷകരെ ഗബ്രി തെറ്റിദ്ധരിപ്പിക്കാറുണ്ടെന്നാണ് സിബിൻ പറഞ്ഞത്. മാത്രമല്ല, ഗബ്രി എങ്ങനെയാണ് ജാസ്മിന്റെ കയ്യിൽ ഉമ്മ വെക്കുന്നതെന്ന് ശ്രീതുവിന്റെ കൈ പിടിച്ച് സിബിൻ ഡെമോ കാണിക്കുകയും ചെയ്തിരുന്നു. പെട്ടെന്ന് സിബിൻ കയ്യിൽ പിടിച്ച് ഉമ്മ വെക്കുന്ന ഡെമോ കാണിച്ചപ്പോൾ എന്താണ് നടക്കുന്നതെന്നറിയാതെ ശ്രീതുവും ഷോക്കായി പോയി. പക്ഷേ ആ സമയത്ത് അതേക്കുറിച്ച് അധികം സംസാരിച്ച് വഷളാക്കാൻ ശ്രീതു നിന്നില്ല. എന്നാൽ പിന്നീട് വീണ്ടും ശ്രീതുവിന്റെയും നോറയുടെയും കയ്യിൽ സിബിൻ അവർക്ക് കംഫർട്ടബിൾ അല്ലാത്ത രീതിയിൽ പിടിച്ചുവെന്നാണ് പറയുന്നത്. നോറയുടെ കയ്യിൽ സിബിൻ കടിച്ചുവെന്നൊക്കെയാണ് ബിഗ് ബോസ് ഗ്രൂപ്പുകളിൽ നടക്കുന്ന ചർച്ചകൾ. ഇപ്പോഴിതാ ഡെമോ പീസായി തന്നെ ഇനി ഉപയോഗിക്കരുതെന്ന് സിബിനോട് പറയുകയാണ് ശ്രീതു. നോറയും ഇതേ കാര്യം സിബിനോട് പറയുന്നുണ്ട്. നോറയോട് ഉടൻ തന്നെ സിബിൻ മാപ്പ് പറയുകയും ചെയ്തു. തന്റെ നേച്ചർ അങ്ങനെയാണെന്നും വീട്ടിൽ താൻ പെങ്ങന്മാരോടെല്ലാം എങ്ങനെയാണ് പെരുമാറുന്നതെന്നും നിന്റെ കംഫർട്ട് സ്പേസിലേക്ക് ഇനി താൻ ഒരിക്കലും കടന്നു കയറില്ല എന്നുമാണ് നോറയോട് സിബിൻ പറഞ്ഞത്. ശേഷം ശ്രീതു അർജുനും ശരണ്യയുമായി ചർച്ച നടത്തിയ ശേഷമാണ് സിബിനുമായി സംസാരിക്കാൻ എത്തിയത്. എല്ലാത്തിനും എന്റെ കൈ പിടിച്ച് എന്നെ ഡെമോ പീസ് പോലെ ഉപയോഗിക്കുന്നതായി തനിക്ക് തോന്നിയെന്നും പെട്ടെന്ന് തനിക്ക് അത് ഒരുമാതിരിയായി എന്നും സിബിൻ ചേട്ടന്റെ ഇന്റൻഷൻ ബാഡ് ആയിരിക്കില്ലെന്ന് തനിക്ക് അറിയാമെന്നുമാണ് ശ്രീതു സിബിനോട് പറഞ്ഞത്. നിങ്ങളുടെ പ്രശ്നം ഇത് വെളിയിൽ എങ്ങനെ പോകുമെന്നതാണോ? വീട്ടിൽ ചേട്ടനാണ് ഇങ്ങനെ ചെയ്തിരുന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നാണ് തിരികെ ശ്രീതുവിനോട് സിബിൻ ചോദിച്ചത്. അപ്പോൾ നീയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്, അല്ലാതെ ഇന്റൻഷനലി ചെയ്തതല്ല, ഇനിയൊരിക്കലും അങ്ങനെ ഉണ്ടാകില്ല എന്നും ഡെമോ പീസായി ഉപയോഗിച്ചുവെന്ന് വിചാരിക്കല എന്നും ഒക്കെയാണ് ശ്രീതുവിന് മറുപടിയായി സിബിൻ പറഞ്ഞത്. വീഡിയോ വൈറലായതോടെ ശ്രീതുവിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കമന്റുകൾ വരുന്നുണ്ട്. ശ്രീതു സിബിനോട് ഇത് പറഞ്ഞത് നന്നായി എന്നും പക്ഷേ അർജുന്റെയും ശരണ്യയുടെയും വാക്ക് കേട്ടിട്ടല്ലായിരുന്നു പറയേണ്ടിയിരുന്നത് എന്നും ശ്രീതു ഇപ്പോഴേ പറഞ്ഞത് നന്നായി എന്നും എല്ലാവരുമായി ഒരുപോലെ ഇടപഴകാൻ പറ്റില്ലെന്ന കാര്യം ആദ്യമേ മനസ്സിലാക്കിയാൽ പിന്നെ അത് ശ്രദ്ധിച്ച് കളിച്ചോളും എന്നെല്ലാമാണ് കമന്റുകൾ വരുന്നത്. അതേസമയം ബിഗ് ബോസ് ഹൗസിൽ തമാശകളും എന്റർടൈൻമെന്റും കുറവാണെന്ന് തുടക്കത്തിൽ തന്നെ വൈൽഡ് കാർഡായി എത്തിയ സിബിൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഹൗസിലെ ഓൾറൗണ്ടർ എന്ന രീതിയിലേക്ക് സിബിൻ മാറിക്കഴിഞ്ഞു. ഹൗസിൽ വന്ന ശേഷം ഇതുവരെ കിട്ടിയ ടാസ്കുകളിലെല്ലാം മികച്ച പ്രകടനമാണ് സിബിൻ കാഴ്ചവെച്ചിട്ടുള്ളതും അതുകൊണ്ട് തന്നെ സിബിന് ഒരു പ്രത്യേക ഇഷ്ടം പുറത്ത് പ്രേക്ഷകർക്കുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.